ഇന്ത്യയിലെ സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ നെഞ്ചിലേക്ക് തീ കോരിയിട്ടുകൊണ്ട് ഇന്ധനവില വീണ്ടും കുതിച്ചുയരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരതകളുടെ പേര് പറഞ്ഞ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ 5 ദിവസത്തിനിടെ 2 തവണയായി 4 രൂപയോളമാണ് പെട്രോൾ ഡീസൽ വിലയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റുകൾ പൂർണ്ണമായും താളം തെറ്റിയ അവസ്ഥയിലാണ്. ചില്ലറ വിൽപ്പന വിപണിയിൽ വില ഇത്രയധികം ഉയരാൻ കാരണം അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയിലെ വ്യതിയാനങ്ങൾ മാത്രമല്ല, മറിച്ച് കേന്ദ്ര നിരക്കുകൾക്ക് പുറമെ സംസ്ഥാനങ്ങൾക്ക് ഈടാക്കുന്ന ഉയർന്ന നികുതി കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഇന്ധന നികുതിയുള്ള സംസ്ഥാനങ്ങളൊന്നായ കേരളത്തിലെ നിരക്കുകളും പുതിയ ഭരണ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങളും ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ വിൽപ്പന നികുതി അഥവാ വാറ്റ് ഈടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരള സർക്കാരിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഇന്ധന നികുതിയെങ്കിലും ഇത് ഉപഭോക്താക്കൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇരട്ടി പ്രഹരമാണ്. നിലവിലെ നികുതി ഘടന പരിശോധിച്ചാൽ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. കേരളത്തിൽ പെട്രോളിന് മേൽ ചുമത്തിയിരിക്കുന്ന 30.08% വിൽപ്പന നികുതിയാണ്. ഇതിന് പുറമെ 1 രൂപ അധിക വിൽപ്പന നികുതിയും 1% സെസ്സും ഈടാക്കുന്നുണ്ട്. ഇവയെല്ലാം പോരാതെയാണ് സംസ്ഥാന സർക്കാർ ചുമത്തിയ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ്സും ജനങ്ങളിൽ നിന്നും ഈടാക്കുന്നത്. ഈ അമിത നികുതിയാണ് പെട്രോൾ വില തിരുവനന്തപുരത്ത് 111 രൂപയും കൊച്ചിയിൽ 109 രൂപയും കടന്നു കുതിക്കാൻ പ്രധാന കാരണം. ചരക്കു ഗതാഗതത്തെയും കാർഷിക മേഖലയും നേരിട്ട് ബാധിക്കുന്ന ഡീസലിന്റെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. 22.76% വിൽപ്പന നികുതിയും മറ്റ് അനുബന്ധ സെസ്സുകളും ഡീസലിന് മേലുണ്ട്. ഇത്തരത്തിൽ ഉയർന്ന നികുതി ഘടന നിലനിൽക്കുന്നതിനാലാണ് അന്താരാഷ്ട്ര വിപണിയിൽ നേരിയ വർധനം ഉണ്ടാകുമ്പോൾ പോലും കേരളത്തിലെ ചില്ലറ വിൽപ്പന വില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്നത്. എണ്ണ കമ്പനികൾ ബേസ് പ്രൈസ് കൂട്ടുമ്പോൾ ശതമാനക്കണക്കിലുള്ള സംസ്ഥാന വാറ്റും അതിനനുസരിച്ച് തനിയെ വർദ്ധിക്കുന്നു. ഇത് ഉപഭോക്താക്കളെ ക്രൂരമായി വേട്ടയാടുന്നു. തുടർച്ചയായി ഇന്ധനവില വർധനവ് ജനങ്ങളുടെ പോക്കറ്റ് പൂർണ്ണമായും കാലിയാക്കുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ജനങ്ങളുടെ യാത്രാക്ലേശവും വിപണിയിലെ കടുത്ത വിലക്കയറ്റവും ലഘൂകരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇന്ധനവില കുറയ്ക്കുന്ന കാര്യം ഗൗരവമായി ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. സംസ്ഥാനത്തിന് ലഭിക്കുന്ന നികുതി വിഹിതത്തിൽ അല്ലെങ്കിൽ സെസ്സിൽ ഇളവ് വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാണ് പുതിയ സർക്കാർ ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ധനവകുപ്പിന്റെ ചുമതല കൂടി കൈകാര്യം ചെയ്യുന്നു എന്നതിനാൽ ഈ പ്രഖ്യാപനത്തിന് വലിയ രാഷ്ട്രീയവും ഭരണപരവുമായ പ്രാധാന്യമുണ്ട്. സാധാരണ ഈ ധനവകുപ്പും മുഖ്യമന്ത്രി പദവും വ്യത്യസ്ത വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പോൾ ഫയൽ നീക്കങ്ങൾക്കും തീരുമാനങ്ങൾക്കും താമസം നേരിടാറുണ്ട്. എന്നാൽ ഇവിടെ ധനകാര്യ ചുമതല കൂടി മുഖ്യമന്ത്രിയുടെ പക്കലായതിനാൽ ജനപ്രിയ തീരുമാനങ്ങൾ അതിവേഗം കൈക്കൊള്ളാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ പുതുയുഗ യാത്ര ഇതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി പൊതുജനങ്ങളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നും നേരിട്ട് ആവശ്യങ്ങളും പരാതികളും സ്വീകരിക്കുന്നതായിരുന്നു ഈ യാത്ര. പുതുയുഗ യാത്രയിലൂടെ പൊതുജനങ്ങളും വ്യാപാരികളും ഒരേ സ്വരത്തിൽ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ് ഇന്ധന നികുതി കുറയ്ക്കണമെന്നത്. ഇന്ധനവില കാരണം വ്യാപാര മേഖല മന്ദഗതിയിലാണെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ സംസ്ഥാന നികുതി കുറയ്ക്കണമെന്നുമുള്ള ആവശ്യം മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭരണം കാഴ്ചവെക്കാൻ പുതിയ സർക്കാർ ബാധ്യസ്ഥരാണ്. പുതിയ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് അടുത്ത മാസം 5-ന് നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഈ ബഡ്ജറ്റിൽ ഇന്ധന നികുതി കുറയ്ക്കുന്ന സംബന്ധിച്ച് നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് ധനവകുപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കിഫ്ബി ബാധ്യതകൾ, കേന്ദ്രവിഹിതത്തിലെ കുറവ്, ശമ്പള പെൻഷൻ കുടിശ്ശികകൾ എന്നിവ സർക്കാരിന് മുന്നിലുണ്ട്. എന്നിരുന്നാലും പെട്രോൾ ഡീസൽ നികുതിയിൽ നേരിയ കുറവ് വരുത്തുന്നത് വഴി വിപണിയിലെ പൊതുവായ വിലക്കയറ്റം തടയാൻ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. നിലവിലുള്ള 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് പൂർണ്ണമായോ അല്ലെങ്കിൽ 1 രൂപയോ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. വിൽപ്പന നികുതിയിൽ 1 അല്ലെങ്കിൽ 2% കുറവ് വരുത്തുക. പെട്രോളിന്മേലുള്ള 1 രൂപ അധിക വിൽപ്പന നികുതി പിൻവലിക്കുക. ഇന്ധന നികുതി കുറയ്ക്കുന്നത് സംസ്ഥാനത്തിന്റെ വരുമാനത്തെ താൽക്കാലികമായി ബാധിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തേജനം നൽകും. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ, ധാന്യങ്ങൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവയെല്ലാം വരുന്നത് തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഡീസൽ വില കൂടുമ്പോൾ ലോറി വാടക വർദ്ധിക്കുകയും അത് വിപണിയിലെ എല്ലാ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്യും. സംസ്ഥാന സർക്കാർ ഡീസൽ നികുതി കുറച്ചാൽ ചരക്കുകൂലി നിയന്ത്രിക്കാനും അതുവഴി പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാനും സാധിക്കും. സാധാരണക്കാരുടെ കയ്യിൽ പണം അവശേഷിക്കുമ്പോൾ മാത്രമേ വിപണിയിൽ ക്രയവിക്രയം നടക്കൂ. വരുമാനത്തിന്റെ വലിയൊരു പങ്കും ഇന്ധനത്തിനായി ചെലവഴിക്കേണ്ടി വരുമ്പോൾ ജനങ്ങൾ മറ്റ് സാധനങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്തും. ഇന്ധനവില കുറയുന്നതോടെ വിപണി സജീവമാവുകയും വ്യാപാര മേഖല ഉണരുകയും ചെയ്യും. ഇതുവഴി GST വരുമാനത്തിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കേരളത്തിൽ ഇന്ധനവില കൂടുമ്പോൾ മാഹി, തമിഴ്നാട് അതിർത്തികളിലെ പമ്പുകളിൽ പോയി വാഹനം ഇന്ധനം നിറയ്ക്കുന്ന പ്രവണതയുമുണ്ട്. ഇത് കേരളത്തിലെ പമ്പുകളുടെ പൂട്ടലിനും നികുതി നഷ്ടത്തിനും കാരണമാകുന്നു.
കേരളത്തിൽ നികുതി കുറയ്ക്കുന്നതോടെ ഈ വരുമാന ചോർച്ച തടയാൻ സാധിക്കും. ജൂൺ 5 ബഡ്ജറ്റിൽ ഇന്ധനവിലയിൽ കുറവ് വരുത്തിയാൽ അത് വി.ഡി. സതീശൻ സർക്കാരിന്റെ ഏറ്റവും വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളിൽ ഒന്നായി മാറും. അധികാരമേറ്റ് അധിക നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഇത്തരമൊരു ധീരമായ തീരുമാനം കൈക്കൊള്ളുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. കേന്ദ്ര സർക്കാർ ഇന്ധനവില കൂട്ടുമ്പോൾ സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന് ഈ നീക്കത്തിലൂടെ ഭരണപക്ഷം ശക്തമായ മറുപടി നൽകും. ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, ഇനി കേന്ദ്രം നികുതി കുറയ്ക്കട്ടെ എന്ന ശക്തമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ഈ തീരുമാനത്തിലൂടെ സർക്കാരിന് കഴിയും. ജനക്ഷേമ സങ്കല്പങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സർക്കാരിന്റെ ഇന്ധനക്കൊള്ളയ്ക്ക് മുന്നിൽ കണ്ണടച്ചിരിക്കാൻ സാധിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധിയുടെ കനത്ത നിഴലിലാണ് സംസ്ഥാനമെങ്കിലും സർക്കാരിന്റെ കഞ്ഞിൽ പാറ്റിയിടുന്ന വിലക്കയറ്റത്തിന് തടയിടാൻ ഇന്ധന നികുതി കുറയ്ക്കുകയല്ലാതെ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ല. ജൂൺ 5 കന്നി ബഡ്ജറ്റിലൂടെ വി.ഡി. സതീശൻ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസബോധി സമ്മാനിക്കുമെന്നാണ് ധനവകുപ്പിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ഈ പ്രഖ്യാപനം ഉണ്ടായാൽ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമായി മാറും. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.